ശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ, മേരി ക്രിസ്മസ്. അല്ലേ, പ്രൈസ്. ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നൊരു ഒരു സെക്കുലർ ടൈമാണ്. നമ്മൾ പറയേണ്ടത് മേരി ക്രിസ്മസ് എന്നാണ് പറയേണ്ടത് കേട്ടോ. മനസ്സിലായല്ലോ? ശരിക്കും നമ്മൾ പറയേണ്ടത് വിഷയം പറയാം മേരി ക്രിസ്മസ്, അങ്ങനെ പറഞ്ഞിട്ട് വേണം വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേതൊരു ഒരു 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 പക്ക ഒരു കോമൺ സെക്കുലർ ടൈമാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? മേരി ക്രിസ്മസ്. കുഞ്ഞുങ്ങളെ ഉറക്കെ പറ, മേരി ക്രിസ്മസ് പറ. അത് പറയാനുള്ള ഗ്യാപ്പാണ് കിട്ടുന്നത് കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുർബാനയിൽ ഓർത്തു. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹം കർത്താവ് തരും. പിന്നെ എന്താണ് വേണ്ടത്? ഇന്നലെ ഒരു വിഷയം തന്നതാണ്, എന്നാൽ ഒരു വിഷയം കൂടെ എക്സ്ട്രാ തന്നതാണ് കേട്ടോ. ഇനി ആരെങ്കിലും കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും കേട്ടോ. പിന്നെ നാളെ നമുക്ക് ദൈവവിളി ധ്യാനം തുടങ്ങുന്ന കുറവല്ലങ്ങാട് കേട്ടോ. PDM സെൻറ്ററിൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഭക്ഷണം, അതിനുശേഷം പിന്നെ ധ്യാനം പിറ്റേ ദിവസം 27-ാം തീയതി ഉച്ചയാകുമ്പോഴത്തേക്കും സമാപിക്കും. ഇനി അവസാന റൗണ്ട് വിളിയാണെങ്കിൽ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ ഓഫീസ് നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ട് അവൈലബിൾ ആയ PDM നമ്പറുകളിൽ ഇവിടെ പിന്നെ കുറവലങ്ങാട് ബന്ധപ്പെട്ട നമ്പറുകളിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതിയായിരിക്കും. ഓഫീസ് നമ്പറിലേക്ക് നിങ്ങളൊരു വിളിച്ചിട്ട് ചിലപ്പോൾ എടുക്കാൻ വേണ്ടിയില്ല, അപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും. ഇത് നിങ്ങൾ നോക്കിയതിന് മറുപടി തരാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും പോരെ. പ്രൈസ് അല്ലോ. വരാൻ സംശയമുള്ളവർക്ക് ഒന്നിന് വിളിച്ചാൽ മതി. കുറവലങ്ങാട് വന്നിട്ട് വിളിച്ചാൽ മതി. അപ്പോൾ പിന്നെ കുര്യനാട് എന്നുള്ള ഭാഗത്തു നിന്നാണ് അങ്ങനെ തിരിയേണ്ടത്. ഉള്ള ലൊക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട്. പ്രൈസ് അല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു വിഷയം വേറെ കാര്യം. നിങ്ങൾക്ക് ഒരു പ്രത്യേക ഗിഫ്റ്റ് എന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നന്മ ചൊല്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടി ഈശോടെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർക്ക് വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കൃപ, ചിലർക്ക് സമയം പാലിക്കാൻ കൃപ, ചില ആൾക്കാർക്ക് ശാന്തമായി സംസാരിക്കാൻ കൃപ. എന്തും ഗിഫ്റ്റ് ഈശോ തരും. ക്രിസ്മസ് അല്ലേ, ഒരു ഗിഫ്റ്റ് ഈശോ തരും. നമുക്ക് നന്മ ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, നാളെ മുതൽ ഡീക്കന്മാരുടെ ഓർഡിനേഷനൊക്കെ ആരംഭിക്കുകയാണ്. ഒരുപാട് ഡീക്കന്മാർ, അവർക്കെല്ലാം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് കാണുകയും കേൾക്കുകയും ചെയ്താൽ എന്നതിനെക്കുറിച്ചാണ്. കാണുകയും കേൾക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ ലൂക്ക 2:20 ഗോസ്പൽ സെന്റ് ലൂക്ക് ചാപ്റ്റർ 2:20 നല്ല വചനമാണ്. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത അവർ തങ്ങളോട് പറയപ്പെട്ട കാണുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചു പോയി എന്നുള്ളതാണ് വചനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആട്ടിടയന്മാരോട് ദൈവത്തെ ദൂതന്മാർ പറയുകയാണ്, നിങ്ങൾ പോകണം, ഇങ്ങനെ പിള്ളക്കൊച്ചിയിൽ പതിഞ്ഞ് കാലത്തൊഴുത്ത് വീട്ടിൽ ഒരു ശിശുവിനെ കാണും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവർ പോയി പറയപ്പെട്ടതുപോലെ തന്നെ കേട്ടതുപോലെ തന്നെ കണ്ടു അല്ലേ. എന്നിട്ട് ആ കണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ നല്ല സന്തോഷത്തോടെ അല്ലേ ദൈവത്തെ സകല കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തോണ്ട് തിരിച്ചുപോയി. എൻ്റെ സഹോദരങ്ങളെ, ഇത് നമുക്ക് ബൈബിൾ വായിക്കുന്ന സമയത്തും വരണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബൈബിളിൽ ഈശോ പറയുകയാണ്, ഈശോ ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുകയാണ്, എന്താ പറയുന്നത്, ഈശോ പീഡ സഹിച്ച് മരിക്കും. അപ്പോൾ കുരിശുമരണത്തിൽ അത് നടക്കുകയാണ്. ഈശോ പറഞ്ഞു ഉത്ഥാനം ചെയ്യും, അത് നടന്നു. അപ്പം നോക്കിയേ, ബൈബിളിൽ ഈശോ പറഞ്ഞ ഒരു കാര്യം ആ പറയപ്പെട്ടതുപോലെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുവാണല്ലോ. അത് കാണുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഈശോ പറഞ്ഞു, എന്താ പറയുന്നത്, ജെറുസലേം ദേവാലയം തകർക്കപ്പെടും അല്ലേ. ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് തകർക്കപ്പെട്ടു അല്ലേ. അപ്പോൾ നെഗറ്റീവ് ഈവൻ്റ് ആണെങ്കിൽ പോലും എന്താണ്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവം. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ഒരു ചിന്ത വരണം അല്ലേ. അപ്പോൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ. അതെല്ലാം ഓർമ്മ ദൈവത്തെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ കർത്താവ് പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും നിറവേറുമ്പോൾ അറിയാതെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം, മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു സ്പിരിച്വാലിറ്റി നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുന്നതല്ല. അത് എപ്പോഴും സന്തോഷത്തിൽ ഇടപെടാതെ പറഞ്ഞു എല്ലാ കാര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നൊക്കെ പറയുന്നവർ അതിനകത്ത് അങ്ങനെ പറഞ്ഞില്ല പോലും നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ദൈവത്തിൻ്റെ വലിയ കൃപയാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. പ്രത്യേകം അനുഗ്രഹം ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പ്രത്യേകം ബ്ലെസ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. നേരത്തെ അഭിഷേകാന്തി കണ്ടായിരുന്നല്ലോ അല്ലേ. ക്രിസ്മസിൻ്റെ തിരക്കിൽ മിക്കാറത് വിട്ടുപോയിട്ടുണ്ടാകും. പേരെഴുതിക്കേണ്ട കാര്യമാണ്, അത് വിട്ടുപോയ വിവരം അറിയും. അതുകൊണ്ട് വേഗം പോയി കാണണം കേട്ടോ, കാണാത്തവർ. നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ കർത്താവായ ദൈവമേ, ഈ നല്ല കർത്താവ് ക്രിസ്തുമസിൻ്റെ ദിവസം കർത്താവ് ഉണ്ണീശോ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ബ്ലെസ് ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഇന്ന് ഏതെങ്കിലും പ്രത്യേക കൃപ കിട്ടാൻ വേണ്ടി, ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി, ഒരു പുതിയ ഗിഫ്റ്റിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധയുടെ മധ്യസ്ഥതയാൽ വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ പ്രത്യേക കൂട്ടായ്മയിൽ, സഭയുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ ആശ്രയിക്കും. ആ ഗിഫ്റ്റ് സ്വർഗ്ഗത്തിൽ നിന്ന് കൊടുക്കണം കർത്താവ്. ഒരു പുതിയ ഗിഫ്റ്റ് കൊടുക്കണം കർത്താവ്.
കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കൃപ, അനുസരിക്കാൻ കൃപ, ഒരു ഗിഫ്റ്റ് സ്വർഗത്തിൽ നിന്ന് കൊടുക്കണമേ. തടസ്സങ്ങളെല്ലാം യേശു നാമത്തിൽ ബന്ധിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.